നല്ല ചൂടോടുകൂടി തന്നെ ഇതിങ്ങനെ വറുത്ത് കോരുമ്പോഴേ കട്ട്ലറ്റാന്ന് വിചാരിക്കണ്ടല്ലേ? വേണ്ട അങ്ങനത്തെ വിചാരമൊന്നും വേണ്ട. ഡോണ്ടോ കട്ട്ലറ്റൊക്കെ ഓൺലി നോമ്പിന്. ഇതുണ്ടല്ലോ നമ്മളുടെ ഫലാഫലാണ്. കുറേ പേര് എന്നോട് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഫലാഫൽ ഇടാന്ന്. അപ്പൊ അതിന് ആദ്യം തന്നെ തലേന്ന് രാത്രി തന്നെ വെള്ളക്കടല കുതിർത്തി അങ്ങോട്ട് വെക്കണം. ഇനി ഇത് വേറെ വേവിക്കൊന്നും വേണ്ടട്ടാ, ഈ കുതിർത്തിയ കടല നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചോപ്പറും. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. അതിന്റെ പുറകെ തന്നെ സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുനാരങ്ങന്റെ നീര്, ഉപ്പ്, പിന്നെ ചെറിയ ജീരകത്തിന്റെ പൊടി, മല്ലിപ്പൊടി, കുരുമുളകിന്റെ പൊടി, പാപ്രിക്ക പൗഡർ, ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ പാസ്ലിന്റെ ഇല. അതാട്ട മെയിൻ ആയിട്ട് നമ്മുടെ ഒരു ഫലാഫലിന് ഇടുന്നത്. ഈ പാസ്ലിന്റെ ഇല നാട്ടിൽ കിട്ടുമോന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആരോടും പറയാൻ നിൽക്കണ്ട, കുറച്ചധികം മല്ലിയില ഞങ്ങൾ ഇട്ടതിനെ. ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് നല്ലോണം അങ്ങോട്ട് അടിച്ചെടുക്കണം. ഇതിന്റെ ഒരു മാക്സിമം നമുക്ക് ചോപ്പറിൽ എന്തോരം അടിച്ചു കിട്ടും അത്ര അങ്ങോട്ട് അടിച്ചെടുക്കണം കേട്ടാ. എന്റെ ചോപ്പറെ കുറച്ച് ചെറുതാ, അതുകൊണ്ട് തന്നെ ആ ഇല കിട്ട പോലെ കിടക്കണില്ലേ. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറ്റി 2-3 ആക്കിയിട്ടാണ് അത് ഈ ഒരു കോലത്തിൽ ഇങ്ങനെ അടിച്ചെടുത്തിരിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ ബോൾസ് ഉണ്ടാക്കുമ്പോൾ ബോൾസ് ആയിട്ട് കിട്ടണം. അതാണ് അതിന്റെ ആ ഒരു പാകം എന്ന് പറഞ്ഞാൽ. ഇനി ഒന്നുമില്ലെങ്കിൽ ബോൾസ് ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ 1 മണിക്കൂറോളം കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടാ. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടേ നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇട്ടിട്ട് തീ അങ്ങോട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ഇടാം. ഇതിങ്ങനെ ഇടുമ്പോണ്ടല്ലോ നല്ലൊരു ഇങ്ങനെ പതുപതാന്ന് ഇങ്ങനെ വരില്ലേ, അതൊക്കെ ഒന്നങ്ങോട്ട് താഴ്ന്നു കഴിയുമ്പോൾ അതിനങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. ശരിക്കും ഉണ്ടല്ലോ ഈ ഫലാഫിലൊക്കെ വീട്ടിലുണ്ടാക്കല് ഞാൻ വളരെ കുറവാട്ടാ. കാരണം ഇവിടെ ഈ അടുത്തൊക്കെ 1 റിയാൽ കൊടുത്താൽ 4 എണ്ണം കിട്ടും. അപ്പൊ പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ചായ തളക്കുമ്പോഴേക്കും ഇത് കഴിക്കണം തോന്നിയാൽ പോയി മേടിച്ചാൽ പോരല്ലേ.